സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയും സോഫ്റ്റും ആയിട്ട് ദൊക്ല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ഇതൊരു ഗുജറാത്തി വിഭവമാണ്. അതിനുവേണ്ടി 1.5 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. ആദ്യം തന്നെ കുറേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാൻ പാടില്ല, കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഇതിൻ്റെ ബാറ്റർ അധികം കട്ടിയും ആവാൻ പാടില്ല, ലൂസും ആവാൻ പാടില്ല. അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാൻ. കട്ടയൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇതിനി ഒരു 10 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടത്, അതൊരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നപ്പോൾ അതിനകത്തേക്ക് സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ സമയത്ത് ഇനോ ചേർത്ത് കൊടുക്കുക. ഒരു ഇനോ മുഴുവനൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, പകുതിയായി എടുത്തിട്ടുള്ള. എന്നപ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് ഫോം ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ നെയ്യ് പുരട്ടി വെച്ച ശേഷം അതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ മുഴുവൻ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ടൈം എടുക്കും ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ ദൊക്ക ശരിയായി വന്നിട്ടുണ്ട്. ഒരു ടൂത്ത്പിക്കിട്ട് കുത്തി നോക്കിയപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് വേണ്ട ഒരു സിറപ്പ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ട ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം ഒരു 4 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇനി അതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ചെറുതായി അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അതിനകത്തേക്ക് ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ഇതിനൊരു പുളിപ്പും മധുരവും കൂടിയ ടേസ്റ്റാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാം. ഇത് കൂടുതലായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സ്നാക്സ് ആയിട്ടും കഴിക്കാം. അപ്പോൾ നമ്മുടെ സിറപ്പ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ തണുത്തതിന് ശേഷം നമ്മുടെ ദൊക്ല ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. വളരെ സ്പോഞ്ചി ആയിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച സിറപ്പ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ എല്ലായിടത്തും സ്പ്രെഡ് ആവുന്ന രീതിയിൽ നമുക്ക് ഈ സിറപ്പ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്നതാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒരു പുളിപ്പും മധുരവും ഒക്കെ ചേർന്ന ഒരു ടേസ്റ്റാണിത്. നമ്മൾ എല്ലായിടത്തും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ദൊക്ക ഇവിടെ ശരിയായിട്ടുണ്ട്.
ഇനി നമുക്കിത് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് കഴിക്കാം. കണ്ടോ, വളരെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.